എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താമസിച്ചു പോയി പുതിയ വീഡിയോ വരാൻ. ഇന്ന് നമ്മൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ അലി മണിക്ഫാൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം വലിയ പരിതാപകരമായ ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദുരവസ്ഥ പത്രമാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വന്ന് കണ്ട് അദ്ദേഹവുമായിട്ട് അല്പസമയം സംസാരിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളെ ചാനൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മുറാദ് ഗണ്ടവരു അലി മണിക്ഫാൻ 1938 മാർച്ച് 16 മൂസ മണിക്ഫാൻ്റെയും ഫാത്തിമ മാണിക്കയുടെയും മകനായി ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ജനനം. ദ്വീപിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായതിനാൽ പിതാവ് അലി മണിക്ഫാനെ കണ്ണൂരിലേക്ക് അയച്ചു. വ്യവസ്ഥാപിത വിദ്യാഭ്യാസ രീതിയോട് അലി മണിക്ഫാന് പൂർണ്ണ എതിർപ്പായിരുന്നു. വിദ്യാഭ്യാസം സ്വയം ആർജിച്ചെടുക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഒരു ദിവസം വിട്ടിട്ട് ഒന്നിരുന്നത് എന്നാണ് ഇവരോട് ചോദിക്കേണ്ടത്. ചോദിക്കാൻ ആളുണ്ട്. ഞാൻ ഒരാൾ മാത്രം വെറുതെ ഈ അടുത്ത സന്ദർഭം ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? ഫജ്ർ മുതലല്ലേ ദിവസം തുടങ്ങാം. അപ്പൊ അന്ന് ആ സമയത്തല്ലേ നമ്മളെ മാറ്റേണ്ടത്. ഇവര് നോക്കുന്നത് അസ്തമനം. ആര് നോക്കുന്നത്? നമ്മളെ മുസ്ലിങ്ങൾ. അതാണ് പ്രശ്നം. അതായത് റസൂല് പറഞ്ഞ ഹിലാലിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം ചെയ്യുക. സൂമു ലിറുയത്തി എന്നാണ് റസൂൽ സുല്ലാഹി പറഞ്ഞത്. സൂമു ലിറുയത്തി എന്ന് പറഞ്ഞാൽ കണ്ടാൽ എന്നല്ല. പക്ഷെ ഇവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ പണ്ട് ചെയ്ത ആലിമീകൾ ഹിലാൽ കണ്ടാൽ മാസം തുടങ്ങുക എന്ന് മലയാളത്തിലേക്ക് ഉയർത്തുന്നു. ഇത് ശരിയല്ല. കണ്ടാൽ എന്ന് പറഞ്ഞാൽ കണ്ടതിന് ശേഷം അല്ലേ. ലിറു ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. കാണുന്നത് 1-ാം തീയതിയാണ്. ഇത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഔപചാരിക വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി വിദ്യ അഭ്യസിച്ച് മണിക്ഫാൻ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ലാറ്റിൻ, ഫ്രഞ്ച്, പേർഷ്യൻ, സംസ്കൃതം ഉൾപ്പെടെ 15 ഭാഷകളിൽ പ്രാവീണ്യം നേടി. തുടർന്ന് ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ദ്വീപിലെ തനത് സമ്പത്തായ കപ്പൽ നിർമ്മാണം കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. നമ്മളാണ് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുക. നമ്മൾ തന്നെ വഴിതെറ്റി കിടന്നാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ട്. അതാ ഇപ്പൊ ലോകത്തിന് നടക്കുന്നത്. മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ അല്ലാഹു ഉണ്ടാക്കിയ സമൂഹം നമ്മളാണ്. ആ സമൂഹത്തിന്റെ സമയം തന്നെ തെറ്റായി കിടക്കണല്ലോ അല്ലേ? വളരെ സീരിയസ് ആയ സമയം തെറ്റിയല്ലേ. ഇപ്പൊ സംസ്കാരത്തിന്റെ വക്ത് മാറ്റിയാൽ സംസ്കാരം കഥായിപ്പോയി. അതേപോലെ വെള്ളിയാഴ്ച ചെയ്യേണ്ട അമൽ ശനിയാഴ്ചക്ക് മാറ്റിയിട്ട് ശരിയാവോ? ശനിയാഴ്ച തുടങ്ങേണ്ട നമ്മളാണ് ഞായറാഴ്ചക്ക് മാറ്റി വെക്കുന്നത് ശരിയാണോ? അവിടെ പോയില്ലേ. അപ്പൊ എന്തായി? നമ്മളെല്ലാം ക്യാൻസൽ ആവും. അപ്പൊ ഈ കഷ്ടപ്പെട്ട് പിടിക്കുന്ന നോമ്പിനൊന്നും അല്ലാതെ കൂലിയില്ല. മുറാദ് ഗണ്ടവരു അലി മണിക്ഫാൻ എന്ന ഈ വൈജ്ഞാനിക പ്രതിഭയെ 2021 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. ലക്ഷദ്വീപിൽ നിന്നും മാറി കഴിഞ്ഞ 5 വർഷത്തോളമായി കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് വരികയാണ് ഈ മനുഷ്യൻ. കാണുന്നത് വൈകിട്ടാണ് കാണുന്നത്. ഇന്നെങ്ങനെ കണ്ടുപിടിക്കാൻ? അത് കണ്ടുപിടിക്കാനുള്ള സൂത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് യാസീനിലെ വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഈ ഉർജൂൻ ഖദീം പോലെ ആയിത്തീർന്നതേ ഉള്ള കലകൾ ചന്ദ്രന് നിർണയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഉർജൂൻ ഖദീം എന്ന് പറഞ്ഞ കാണുന്ന എപ്പോഴാണ്? അവസാനത്തിൽ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് നോക്കിയാൽ അവസാനത്തെ കല കാണും. അത് കഴിഞ്ഞാൽ അവസാനിക്കാൻ പോകുമ്പോൾ 3-4 ദിവസം മുമ്പിൽ തന്നെ
മാസം തുടങ്ങുന്ന ഇന്ന ദിവസമാണെന്ന് പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് 5-6 ദിവസം മുമ്പ് തന്നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. തെറ്റാനുള്ള യാതൊരു സാധ്യതയില്ല. ശരിക്കും ഒരു വർഷം നമുക്ക് കണക്ക് വെച്ചിട്ട് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ആവശ്യമില്ല. പക്ഷെ ഇത് കണക്ക് പിന്നെ ഇത് വിശ്വസിക്കാത്തവർ നോക്കട്ടെ. നോക്കുന്ന സമയം രാത്രി ആവരുതെന്നുള്ളൂ. ഫജറില് നോക്കിയാലേ നമുക്ക് അവസാനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവസാനം അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കാണും. ഒന്നാമത്തേത് കാണുന്നത് പിന്നെ സൂര്യൻ അസ്തമിച്ചാലാണ്. അപ്പൊ അതുകൊണ്ട് അതുവരെ നിന്നാൽ നമുക്കൊന്ന് പോകും. അപ്പൊ ഇവിടെ നമ്മളെ കാലഘട്ടത്തിൽ മുഴുവൻ ചെയ്ത് എന്താണ്, ഹിലാല് കണ്ടിട്ടാണ് മാസം തുടങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും പോയി. ആദ്യമായിട്ട് ചെയ്യേണ്ട പണി കലണ്ടർ കിട്ടുക എന്നാണ്. ഇതിപ്പോ എല്ലാവരും പ്രിന്റ് ചെയ്യുന്നുണ്ട്, മാധ്യമം പ്രിന്റ് ചെയ്യുന്നുണ്ട്, മനോരമ പ്രിന്റ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ചന്ദ്രിക പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല തുണി വിഭാഗങ്ങൾ പലരും കലണ്ടർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കലണ്ടർ തിരുത്തുക എന്നുള്ളത്. ഇത് തിരുത്താതെ നമ്മൾ തിരുത്താൻ പോയാൽ ശരിയാകും. അപ്പൊ ഇത് ഇവർക്ക് ബോധ്യപ്പെടുത്തും. ഖുർആനിലും സുന്നത്തിലും ഉള്ള സംഗതിയാണ്. ഇത് തെറ്റിച്ചാണ് ചെയ്താൽ നമുക്ക് അതിന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ഇത് ഗൗരവമാണ്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ശാസ്ത്രമാണല്ലോ ഖുർആൻ. അപ്പൊ ഏത് ശാസ്ത്രമാണ് നിങ്ങൾ അംഗീകരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. ഇത് ചെയ്യണം. ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ പത്രത്തിൽ ഞാൻ കണ്ടു വീടില്ല എന്നുള്ളത്. ഞാൻ രാഷ്ട്രം അംഗീകരിച്ച ഒരാൾക്ക് വീടില്ലാതെ, പ്രത്യേകിച്ച് നമ്മളെ മലബാറിന്റെ ഓരങ്ങളിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കാച്ചാല് വൈജ്ഞാനികപരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പ്രായത്തിലും ഒരു വീട് പോലും ഇല്ലാതെ നിൽക്കാച്ചാൽ ഏറ്റവും വലിയ പ്രയാസമാണ്. ഞാൻ ചോദിക്കാം, അത് പത്മശ്രീ കിട്ടിയ സമയത്ത് ആരെങ്കിലൊക്കെ പറഞ്ഞ ആളുകളെ നോക്കണം. ആരൊക്കെയായിരുന്നു പറഞ്ഞത്? മാധ്യമക്കാരെ ഏറ്റെടുത്തോണ്ട് മറ്റുള്ളവർ വിട്ടു. ഇവര് ചെറിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അത് ചെയ്യേണ്ടതായിരുന്നു അതിനു വേണ്ടിയിട്ട്. ഇതിപ്പോ മാധ്യമക്കാരെ ഏറ്റെടുത്തോണ്ട് മറ്റുള്ളവർ ബാക്കടിച്ചത്. പക്ഷെ മാധ്യമക്കാര് പറഞ്ഞത് നമുക്ക് സ്ഥലം എനിക്ക് ദിവസമായി ഒരു വിചാരിച്ചപ്പോ എന്നോ വീടാവണ്ടേ മുപ്പര് അതിനെ പറ്റി വിചാരിച്ചു. പക്ഷെ ആളുകൾ പറഞ്ഞപ്പോ പറയുന്ന എന്താ എനിക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു മീറ്റിംഗിൽ പറഞ്ഞു. അതെ, ഈ മാധ്യമക്കാരെ ഏറ്റെടുത്തോണ്ട് മറ്റുള്ളവർ പിൻവലിച്ചു. അപ്പൊ മാധ്യമത്തിന്റെ ആളുകളോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇങ്ങനെ നിങ്ങളൊരു ഓഫർ ഉണ്ടായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല. അവരെ ഏറ്റെടുത്തോണ്ടാണ് മറ്റുള്ളവർ ബാക്ക് അടിച്ചത്. അല്ലെങ്കിൽ അവർ ചെയ്യായിരുന്നു. മുപ്പരുടെ പേരിൽ എടുക്കാനും അതിന് മാത്രം പൈസ ഇല്ല, അതിട്ട് വിൽക്കാനും കഴിയില്ല. സ്ഥലങ്ങൾ കണ്ടെത്താൻ വേറെ എവിടെയെങ്കിലും ഭൂമി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പെൻഷനപ്പം ഇങ്ങനെ ഈ വാടക കൊടുത്തും ചെലവ് കഴിഞ്ഞു പോകുന്ന സ്ഥലമൊക്കെ മക്കൾക്ക് കൊടുത്തതാ. അപ്പൊ ഒന്നും മൂപ്പര് ചിന്തിച്ചില്ല അങ്ങനെ ഒരു വീട് വേണം. സ്ഥലമുണ്ട്, പക്ഷെ അതൊന്നും വിൽക്കാനൊന്നും പറ്റൂല. അതാണ് വലിയ പ്രശ്നം. ഇപ്പൊ കോഴിക്കോട് എങ്ങനെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഏതായാലും നമുക്കൊന്ന് നോക്കൊരു ശ്രമം നടത്തി നോക്കല്ലേ? ഒന്ന് നടത്തി നോക്കിയെങ്കിൽ മറ്റേ പയ്യന്നൂരിലെ ഒരാള് കുറെ ശ്രമങ്ങൾ നടത്തി. പയ്യന്നൂരിൽ ആരായിരുന്നു? അബൂബക്കർ. ഇവിടെ തന്നെ ഒരു സ്ഥലം നോക്കി സെന്റിന് 2 ലക്ഷമായിട്ട് എങ്ങനെ കടങ്ങാടി പൊന്നൊക്കെ വിറ്റ് എന്തെങ്കിലൊക്കെ ഒപ്പിച്ച് വാങ്ങാൻ. അപ്പൊ നോക്കുമ്പോ ഏതായാലും രാജ്യം അംഗീകരിച്ച ഒരു പത്മശ്രീ നൽകി അംഗീകരിച്ച് ആദരിച്ച ഒരു വ്യക്തി ഇന്നും വാടക വീട്ടിൽ താമസിക്കുകയാണ്. വൈജ്ഞാനികപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഗവേഷണങ്ങളൊക്കെ നടത്തി നമ്മളെ ഈ തലമുറക്ക് അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യം ചെലവഴിച്ചിട്ട് ആ വ്യക്തി ഇന്ന് വാടക വീട്ടിൽ താമസിക്കുക വെച്ചാൽ ആ ഒരു ചന്ദ്രികയിലെ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട അലി മണിക്ഫാന്റെ അടുത്ത് എത്തിയത്. അല്ല, അത് സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളിൽ മൂപ്പര് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ഈ പത്രവാർത്ത കണ്ടാണ്
വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ മാസപ്പിറവി അദ്ദേഹത്തിന് അതൊരു ചമ്മലാണ്. ലോക മുസ്ലിങ്ങൾ തെറ്റിയ ഒരു വിഷയമാണ്. ഇത്രയും ബസ്സിന് ശരിയാകാതെ ബസ്സിന് വണ്ടിക്ക് പൈസ ചെലവാക്കിയിട്ട് ഇത് പറയാൻ പോകും. അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ സമൂഹത്തിന്റെ മേലെ ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിന്റെ ലാനത്താണ് ഉണ്ടാവും. പിന്നെങ്ങനെ നമ്മൾ ശരിയാവും? പ്രിയമുള്ളവരെ, നമ്മളെ വീഡിയോയിൽ അലി മണിഫാൻ പറഞ്ഞത് കോഴിക്കോട് MP ശ്രീ രാഘവൻ പത്മശ്രീ കിട്ടിയ ആ സമയത്ത് വീടും ഒരു 10 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച് തരാമെന്ന് ഓഫർ തന്നിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സംഗതിയായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ മാധ്യമം പത്രം അദ്ദേഹത്തിന് വീടെടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമം പത്രം എടുത്തു കൊടുക്കേണ്ട വീടും രാഘവൻ ഇടപെട്ടുകൊണ്ട് ഒരു ഭൂമി വാങ്ങിക്കൊടുത്താൽ അലി മണിഫാൻ എന്ന് പറയുന്ന രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചൊരു വ്യക്തി ഇങ്ങനെ ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ട ദുരവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വാർത്ത എത്തിച്ചു കൊടുത്ത് നമ്മുടെ MP ഒന്ന് കാണട്ടെ. അദ്ദേഹത്തിന് കഴിയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് രാജ്യം അംഗീകാരം നൽകിയ ഒരു വ്യക്തിത്വം, വൈജ്ഞാനികപരമായിട്ട് ഒരുപാട് മേഖലയിൽ സംഭാവന രാജ്യത്തിന് നൽകിയൊരു വ്യക്തി ഇങ്ങനെ ഒരു വാടക കൊട്ടേഴ്സിൽ ജീവിതം കഴിഞ്ഞു പോകേണ്ട ഒരു ദുരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു ശ്രമം ഓരോരുത്തർ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ജയിക്കുന്നു. 2021 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഉടനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പലരും അദ്ദേഹത്തിന് വീടും സ്ഥലവും എടുത്തു കൊടുക്കാമെന്നെല്ലാം ഓഫറുകൾ നൽകിയിരുന്നു. പക്ഷേ ആ ആരവങ്ങളെല്ലാം അമർന്നു. ഇന്ന് പലരും അദ്ദേഹത്തെ മറന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.